ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ശുദ്ധജല മത്സ്യകൃഷി നടത്തിയിരുന്ന കുളത്തിൽ നിന്നും വിളവെടുപ്പിന് പാകമായ മത്സ്യങ്ങളെ അജ്ഞാതർ മോഷ്ടിച്ചതായി പരാതി. രാജാക്കാട് മമ്മട്ടിക്കാന് പുത്തൻപുരയ്ക്കൽ സന്തോഷിന്റെ ഏലത്തോട്ടത്തിലുള്ള കുളത്തിൽ നിന്നുമാണ് 10,000 രൂപയുടെ മത്സ്യങ്ങളെ മോഷ്ടിച്ചത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുളത്തിൽ നിറഞ്ഞുകിടക്കുന്ന മത്സ്യങ്ങളുടെ ദൃശ്യങ്ങളാണിത്. എന്നാൽ ഇന്ന് ഈ കുളത്തിലുള്ളത് വളരെ കുറച്ച് ചെറുമീനുകൾ മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം രാത്രിയുടെ മറവിൽ അജ്ഞാതർ അപഹരിച്ചു. കഴിഞ്ഞ 9 വർഷമായി പുത്തൻപുരയ്ക്കൽ സന്തോഷ് മത്സ്യകൃഷി നടത്തിവരികയാണ്. ഏറ്റവും ഒടുവിൽ 2500 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചിരുന്നത്. സിലോപ്പിയ, നട്ടർ അടക്കമുള്ള മത്സ്യങ്ങൾ അടുത്ത ദിവസം വിളവെടുക്കുന്നതിനായിരിക്കുന്ന സാഹചര്യത്തിലാണ് കുളത്തിലുണ്ടായിരുന്ന മുഴുവൻ മത്സ്യങ്ങളെയും മോഷ്ടിച്ചത്. കുറച്ചധികം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും ചെയ്തിട്ടുണ്ട്. സന്തോഷ് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രിയിൽ മമ്മട്ടിക്കാൻ തള്ളിയുടെ പറമ്പിൽ 2500ഓളം മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതായിരുന്നു. എല്ലാം വിളവെടുക്കാറായതായിരുന്നു. നട്ടറും സിലോപ്പിയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. മുഴുത്ത മീനുകളെല്ലാം എങ്ങനെയോ ആരോ പിടിച്ചുകൊണ്ട് പോയി. ചെറിയ മീനുകളെല്ലാം കുളത്തിൽ ചത്തു പൊങ്ങിയേക്കുവാണ്. എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല. രാജാക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു 9 വർഷമായി നമ്മുടെ ഇവിടെ നിൽക്കുന്നതാണ്. സ്ഥലം ഇതൊക്കെ നോക്കാനായിട്ട് ഇന്ന് രാവിലെ സംഭവം കാണുന്നത്. രാവിലെ തോട്ടം നോക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മീനുകൾക്ക് തീറ്റ നൽകാനെത്തിയപ്പോഴാണ് മത്സ്യങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി മനസ്സിലാകുന്നത്. മുൻപും ഇവിടെ നിന്നും മോഷണശ്രമം നടന്നിരുന്നു. ഇതിനുശേഷം CCTV സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിൽ കുളത്തിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ വ്യക്തമല്ല. പരാതിയിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.